എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മൈക്രോവേവ് ഓവനാണ്. സാംസങ് കമ്പനിയുടെ മൈക്രോവേവ് ഓവനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഈ ഡിസ്പ്ലേ പവർ ഓൺ ആവില്ല, ബാക്കി ശബ്ദങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, ഡിസ്പ്ലേ ഓൺ ആവില്ല. പക്ഷേ നമ്മൾ ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ സ്വിംഗ് മോട്ടർ കറങ്ങുകയും ലൈറ്റ് കത്തുകയും ചെയ്യും. പക്ഷേ ഈ ഡിസ്പ്ലേ ഒന്നും വർക്ക് ചെയ്യില്ല. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം, പവർ കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യാതൊരുവിധ അനക്കങ്ങളുമില്ല. പക്ഷേ ഞാനിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ലൈറ്റും സ്വിംഗ് മോട്ടറും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇതെന്താണ് കുഴപ്പമെന്ന് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് വരാം. ഇതിൻ്റെ കവർ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലാണ്, ഇതാണ് ഇതിൻ്റെ മെയിൻ കൺട്രോൾ ബോർഡ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റും സ്വിംഗ് മോട്ടറും കറങ്ങുന്നത് കൊണ്ടിട്ട് നമുക്ക് സപ്ലൈ ഇൻ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബോർഡാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഈ ബോർഡ് എന്തുകൊണ്ട് ഓൺ ആവുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ബോർഡ് ഇതിനകത്തുനിന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അഴിച്ചെടുക്കാം. ഓക്കെ, ഇനി ഈ ടോപ്പ് സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ട്. ഇവിടെ ഈ ടോപ്പ് സൈഡിലൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഴിക്കണം. എന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ മേളിലോട്ട് പൊക്കി വെളിയിലോട്ട് തള്ളിയിടണം. വെളിയിലോട്ട് തള്ളിയിടുമ്പോഴത്തേക്കും ഇത് ഓക്കെ. അപ്പോൾ ഇതാണ് അതിനകത്തിരുന്ന ബോർഡ്. ഓക്കെ, ഇത് കണ്ടോ, ഈ പവർ സപ്ലൈ സ്വിച്ചിങ് IC പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്, വെടികെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ LNK 564 PN. അപ്പോൾ ആദ്യം ഈ ബോർഡ് ഇതിനകത്തുനിന്ന് നമുക്ക് അഴിച്ചെടുക്കണം വെളിയിലോട്ട്. എന്നിട്ട് ഈ സ്വിച്ചിങ് IC, ഇതിൻ്റെ നമ്പർ LNK 564 PN ആണ്. എന്നിട്ട് ഈ IC നമുക്ക് അതിനകത്തുനിന്ന് അഴിച്ചു മാറ്റാം. ആ IC ഇളക്കി നല്ല രീതിയിൽ ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് LNK 564 PN എന്നുള്ള ഈ ഒരു IC, ഇത് പുതിയതല്ല, ഇത് വേറൊന്നിനകത്തുനിന്ന് ഇളക്കി എടുത്തിട്ടുള്ള IC ആണ്. അപ്പോൾ നമുക്ക് ഈ IC ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം. നമ്മുടെ IC സെറ്റായിട്ടുണ്ട്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഏതാണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ഓപ്പണായി പോവും. അത് ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഈ ഡയോഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ആദ്യം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ചെക്ക് ചെയ്ത് നോക്കാം, റെസിസ്റ്റൻസ് പോയിട്ടുണ്ടോ ഇല്ലെന്ന്. ഞാൻ ഈ റെസിസ്റ്റൻസ് അഴിച്ചെടുത്തായിരുന്നു. ഈ അഴിച്ചെടുത്തപ്പോഴത്തേക്കും എൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇവിടെ നിന്നൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഈ സൈഡ് ഈ ഒരു ബ്ലാക്കിൻ്റെ ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇത് 10 ohms റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അവിടെ ഞാനൊരു 1 വാട്ടിൻ്റെ 10 ohms റെസിസ്റ്റൻസ് വേറെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിലൊന്ന് സെറ്റ് ചെയ്തിട്ട് കീപാഡ് ലൈനാണിത്. ഓക്കെ, കീപാഡ് ലൈന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൊടുത്തിട്ട് ഓൺ ചെയ്ത് നോക്കാം എന്താണ് റെസ്പോൺസ് എന്ന്. കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ ഇത് കറക്റ്റായിട്ട് അകത്തോട്ട് ഈ ലോക്ക്, അതിന് ഞാൻ ഡോർ തുറക്കണം. ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലോക്കാണ്, ലോക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പവർ കണക്ടർ, റിലേ കണക്ടർ, സ്വിച്ച്
ഡോർ സ്വിച്ച്. അപ്പോൾ ഇതെല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തപ്പോൾ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഈ ഡോറ് നേരത്തെ തുറക്കുന്ന സമയത്ത് സ്വിംഗ് മോട്ടർ കറങ്ങുമായിരുന്നു. പിന്നെ സ്വിംഗ് മോട്ടർ സ്പിൻ ചെയ്യുന്ന ലൈറ്റും ഉണ്ടായിരുന്നു. നമുക്ക് ലൈറ്റ് മാത്രമേ പാടുള്ളൂ, സ്പിൻ മോട്ടർ കറങ്ങാൻ പാടില്ല. ഇപ്പോൾ ആ മോട്ടർ കറങ്ങുന്നില്ല, അത് സ്റ്റോപ്പായിട്ടുണ്ട്. 10 സെക്കൻഡ് ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈക്രോവേവ് പവർ സേവിങ് 10 സെക്കൻഡ് 30 സെക്കൻഡ്. ഓക്കെ, നമുക്കിനകത്ത് ചൂടായോ എന്ന് നോക്കാം. ചെറിയ രീതിയിലുള്ള ഹീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ മൈക്രോവേവ് ഓവൻ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പവർ സപ്ലൈ ഇഷ്യൂ ആയിരുന്നു. ആ പവർ സപ്ലൈ ഇഷ്യൂ നമ്മൾ റെഡിയാക്കി ഇപ്പോൾ ഫുള്ള് പഴയ കണക്കുള്ള വർക്കിംഗ് കണ്ടീഷനിലായിട്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.